Dear students, welcome back. Good morning, everybody. So, we will back on administrative relations between central and state governments. In the last class, we have studied about a brief description on central-state administrative relations, and I cited 6 areas. First one is the union government can issue necessary directions to states. Second point is delegation of executive power to states. Third is all India services. Fourth is interstate consultative machinery. Fifth is grants in aid to states, and the last is emergency. So, if we study about central-state administrative relations, we have to a clear understanding of we have to understand the union. What do you mean by the union government can issue necessary directions to states? നമ്മൾ പഠിച്ചു യൂണിയൻ ഗവൺമെൻറ്റിന് സംസ്ഥാനങ്ങൾക്ക് ഡയറക്ഷൻസ് ആവശ്യമായ ഡയറക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ചില സാഹചര്യങ്ങളിൽ കൊടുക്കേണ്ടതായിട്ട് വരും. ആ സാഹചര്യത്തെ പറ്റിയാണ് ഇവിടെ നമ്മൾ വ്യക്തമാക്കുന്നത്. Article 257 Clause 1 of the Constitution provides that the executive power of the state shall be exercised without impeding or prejudicing the executive power of the Union. At the same time, the power is vested in the Union to give direction to a state as may appear to the Government of India to be necessary for that purpose. Again, Article 256 makes it clear that the executive power of the state shall not be against the law made by the Parliament or any existing laws which apply in that state. ഓക്കെ, അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭരണഘടനാപരമായി തന്നെ ആർട്ടിക്കിൾ 257 ക്ലോസ് 1 പറയുന്ന കാര്യം, അതായത് സ്റ്റേറ്റ് അവരുടെ എക്സിക്യൂട്ടീവ് പവർ എക്സർസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ എക്സിക്യൂട്ടീവ് പവർ എക്സർസൈസ് ചെയ്യുമ്പം അതൊരിക്കലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമത്തെയോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡറിനെയോ വയലേറ്റ് ചെയ്യുന്നതാകരുത്, അല്ലേ? അതായത് സംസ്ഥാനം അവരുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും സെൻട്രൽ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത്, നയങ്ങളൊന്നും പ്രഖ്യാപിക്കരുത്. അതോടൊപ്പം തന്നെ പറയുന്നത് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിന് വിരുദ്ധമായി സംസ്ഥാന ഗവൺമെൻറ്റുകൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികൾ ഒരിക്കലും മറ്റ് നിയമനിർമ്മാണം നടത്തരുത്. ഇപ്പോൾ കേന്ദ്രത്തിന് വിരുദ്ധമായിട്ടൊന്നും സംസ്ഥാനം ചെയ്യരുത്. Union government can issue necessary directions regarding the construction and maintenance of the means of communications of national or military importance or protection of railways or other such center organizations. The Parliament also holds the power to declare highway or waterways to be of national highway or waterways. ഇപ്പോൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് എപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുന്നത്, അതാണ് ഇവിടെ പറയുന്നത്. ഒന്ന് നമ്മുടെ മെയിൻ്റനൻസ് ഓഫ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആണ്. അതായത് നിങ്ങൾക്കറിയാം, ഇപ്പോൾ റെയിൽവേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മുടെ റെയിൽവേ ഇരട്ടപ്പാതയാക്കണം, അല്ലെങ്കിൽ മൂന്നാമത് ഒരു ലൈനും കൂടെ വേണം, അല്ലേ? ഇപ്പം 2 വരി പാതയാണ്, അത് 3 വരി പാതയാക്കണമെങ്കിൽ റെയിൽവേ വിചാരിച്ചാൽ മാത്രം നടക്കില്ല. റെയിൽവേ എന്ത് ചെയ്യണം? സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിർദ്ദേശം കൊടുക്കണം. സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ട ജോലി എന്താണ്? റെയിൽവേക്ക് വേണ്ട സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുക, അല്ലേ? ഇപ്പോൾ സ്ഥലം ലാൻഡ് അല്ലെങ്കിൽ ഭൂമിയുടെ ഇതെന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ് കയ്യിൽ വരുന്ന കാര്യമാണ്. ലാൻഡ് അക്വിസിഷൻ അല്ലെങ്കിൽ ഭൂമി ഏറ്റെടുത്ത് റെയിൽവേക്ക് കൈമാറുക എന്നുള്ളത് സംസ്ഥാനം ചെയ്തു കൊടുക്കേണ്ട ജോലിയാണ്. അപ്പോൾ റെയിൽവേ പറയും, ഇന്ന സ്ഥലം ഞങ്ങൾക്ക് ഇതിനു വേണ്ടി ആവശ്യമില്ല. നാഷണൽ ഹൈവേ, നമ്മുടെ ചാലക്കുടിയിലൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേ ഉണ്ട്, അല്ലേ? നമ്മുടെ കന്യാകുമാരിയിൽ നിന്നും സേലം വരെ പോകുന്ന NH66, അല്ലേ? അപ്പോൾ ഇതിൻ്റെ വികസനം, അല്ലേ? ഇത് ഇപ്പം 2 വരിയാണ് അല്ലെങ്കിൽ 4 വരിയാണ്. 4 വരി എന്നുള്ള 6 വരി പാതയാക്കി മാറ്റാൻ പോകുന്നു, അല്ലേ? ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ പോരാ. കേന്ദ്ര ഗവൺമെൻറ് അനുമതി മേടിച്ചതിന് ശേഷം കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്, അല്ലേ? ഇപ്പോൾ സംസ്ഥാനം ആ നിർദ്ദേശത്തിനനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിന് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കണം. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഹൈവേ നാഷണൽ ഹൈവേ ആയിട്ട് പ്രഖ്യാപിക്കുവാൻ സെൻട്രൽ ഗവൺമെൻറ്റിന് അധികാരം ഉണ്ട്, അല്ലേ? ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള പല റോഡുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. KK റോഡോ, അല്ലേ? കോട്ടയം കുമ്മളി റോഡാണ് KK റോഡ് എന്ന് പറയുന്നത്, അല്ലേ?
അല്ലെങ്കിൽ AC റോഡ്, ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്, AC റോഡ്, ഇങ്ങനെയൊക്കെ പല റോഡുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ സംസ്ഥാന ഗവൺമെൻറ് കയ്യിലുള്ള റോഡുകളാണ്. അപ്പോൾ ഒരു ദിവസം കേന്ദ്ര ഗവൺമെൻറ് പറയുകയാണ് അല്ലേ, അത് നാഷണൽ ഇമ്പോർട്ടൻസിന് വേണ്ടി, ദേശീയ പ്രാധാന്യത്തിന് വേണ്ടി ഞങ്ങളത് നാഷണൽ ഹൈവേ ആക്കി ഞങ്ങളത് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? ആ റോഡ് സംസ്ഥാനത്തിൻ്റെ കയ്യിൽ നിന്ന് കൈവശത്തു നിന്ന് നഷ്ടമാകുകയാണ്. അത് കേന്ദ്രത്തിന് സ്വമേധയാ ഏറ്റെടുക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് റോഡ് നാഷണൽ ഹൈവേ ആയിട്ട് കേന്ദ്രം പ്രഖ്യാപിക്കുന്നു. The President can directly authorize the officers regarding certain functions of the Union, but the expenditure of such functions met by the Union. In case if the state fails to carry out the orders or directions of the Union, the President's rule may be imposed on the state. ഇപ്പോൾ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെയിൽവേ വികസനത്തിന് വേണ്ടി സംസ്ഥാനം സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കണം. പക്ഷേ സ്ഥലം ഏറ്റെടുക്കുമ്പം ഉടമകൾക്ക് വരുന്ന നഷ്ടം അല്ലേ, നഷ്ടപരിഹാരം, കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് കേന്ദ്രമാണ് കൊടുക്കേണ്ടത്, അതിൻ്റെ പണം അല്ലേ, ആ പണം കൊടുക്കേണ്ടത് കേന്ദ്രമാണ്. അപ്പോൾ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നഷ്ടപരിഹാര തുക കൊടുക്കണം. സംസ്ഥാനത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട്, ഇപ്പോൾ തഹസിൽദാർമാരും വില്ലേജ് ഓഫീസേഴ്സും ഇവരെയൊക്കെ കൊണ്ട്, മറ്റു റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് എന്ത് ചെയ്യും? സ്ഥലം ഏറ്റെടുത്ത് റെയിൽവേക്കോ സെൻട്രൽ ഗവൺമെൻറ് മറ്റ് ഏജൻസികൾക്കോ നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റിനോ ഒക്കെ കൈമാറിക്കൊള്ളും. ഇനി അങ്ങനെ സ്റ്റേറ്റ് ഗവൺമെൻറ് കേന്ദ്രത്തിൻ്റെ നിലപാടുകൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അല്ലെ, സെൻട്രൽ ഗവൺമെൻറ് ക്യാൻ ഇമ്പോസ് നാഷണൽ എമർജൻസി ഇൻ ദാറ്റ് സ്റ്റേറ്റ്, ആ പ്രത്യേക സംസ്ഥാനത്ത് അല്ലെ, അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി, സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനൊക്കെ പ്രസിഡൻസ് റൂള്, നാഷണൽ എമർജൻസി അല്ല, സ്റ്റേറ്റ് എമർജൻസി, സംസ്ഥാന അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം, പ്രസിഡൻസ് റൂള്, അത് ഏർപ്പെടുത്തുവാൻ സാധിക്കും. Through the 42nd Amendment Act in 1976, the Parliament authorized the Union government to deploy any armed force of Union or any other force subject to the control of the Union for dealing any grave situation of law and order in any state. അതായത് ഏതെങ്കിലും സംസ്ഥാനത്ത് ക്രമസമാധാന പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ സംസ്ഥാനത്തേക്ക് കേന്ദ്ര ഗവൺമെൻറ് അവരുടെ സെൻട്രൽ ഫോഴ്സസിനെ ഡിപ്ലോയ് ചെയ്യാം അല്ലെങ്കിൽ വിന്യസിക്കാം. ഇപ്പോൾ സെൻട്രൽ ഫോഴ്സായ CRPF, CISF അല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റ് കേന്ദ്ര സേനകളോ ഒക്കെ കേന്ദ്ര ഗവൺമെൻറ് എന്ത് ചെയ്യാം? സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് നിയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം, കണ്ണൂരിലൊക്കെ ഇലക്ഷൻ നടക്കുമ്പോൾ അവിടെ വലിയ രാഷ്ട്രീയ ആക്രമണങ്ങൾ നടക്കാറുണ്ട്. CPM-ഉം കോൺഗ്രസും BJP-യും എല്ലാവരും തമ്മിൽ അടിയങ്ങ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ സംസ്ഥാനത്തിന് അത് ചിലപ്പോൾ ഒറ്റയ്ക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചു എന്ന് വരത്തില്ല. അപ്പോൾ എന്ത് ചെയ്യാം? കേന്ദ്രത്തോട് അറിയിച്ച് കേന്ദ്ര സേനയെ CRPF-നെയോ CISF-നെയോ ഒക്കെ വിളിക്കാവുന്നതാണ്. Then second പോയിന്റിലേക്ക് നമ്മൾ കിടക്കുന്നു, delegation of executive power to the states. Under Article 258 of the Constitution, the President may, with the consent of the state government, confer on the officers of the state government certain functions of the executive power of the union. അല്ലേ, അതായത് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ട ജോലികൾ ചിലപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ചില ഡ്യൂട്ടികൾ ചെയ്യിപ്പിച്ചു എന്ന് വരികയും. So Article 258A empowered the governor of a state to delegate any administrative functions of the state conditionally or unconditionally to the union government or any of its office. അതുപോലെ തന്നെ സംസ്ഥാനത്തിനും നേരെ തിരിച്ചും ചെയ്യാം. സംസ്ഥാന ഗവൺമെൻറ് ഗവർണറുടെ അനുമതിയോടുകൂടി സംസ്ഥാനം ചെയ്യേണ്ട ഏതെങ്കിലും കാര്യം സംസ്ഥാനത്തെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് ചെയ്യിക്കാവുന്നതാണ്. കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ചെയ്യിക്കാവുന്നതാണ്. അതാണ് ഇവിടെ ഡെലഗേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് പവർ ടു ദി സ്റ്റേറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ഡെലഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു, അവരുടെ അധികാരം സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ചെയ്യിക്കുന്നു. അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥന്മാരെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് തിരിച്ചും ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഈസ് ദ തേർഡ് പോയിന്റ് ഈസ് ദ ഓൾ ഇന്ത്യ സർവീസ്. സെൻട്രൽ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസിലെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ പോയിന്റാണ് ഓൾ ഇന്ത്യ സർവീസസ്. സോ I am going to read it. In the Indian federal system, apart from having two sets of service, central and state services, also established all India services. നമുക്കറിയാം, നമുക്ക് സെൻട്രൽ സർവീസും സ്റ്റേറ്റ് സർവീസും മാത്രമല്ല ഓൾ ഇന്ത്യ സർവീസസ് കൂടി ഉണ്ട്. ഇറ്റ് മെയിൻലി എയിംസ് ടു എൻഷുർ uniformity and a high standard of administration in all states
in key activities to provide interchange experience between state and center, state experience at the central levels, etc. The all India servants, they serve both central and state level, occupy strategic positions in state administration. They are recruited and regulated by the union. Through these officers, center indirectly interferes in administrative affairs of state. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഇവിടെ ഓൾ ഇന്ത്യ സർവീസ് ഉണ്ട്, IAS, IPS, അതുപോലെ IFS അഥവാ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. ഈ 3 ഓൾ ഇന്ത്യ സർവീസസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഓൾ ഇന്ത്യ സർവീസിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യം മുഴുവൻ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സേവനം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ദേ വർക്ക് ഫോർ ബോത്ത് ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്, അല്ലെ? അവർ കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി മാത്രമല്ല വർക്ക് ചെയ്യുന്നത്, സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് വേണ്ടി കൂടി വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ കേന്ദ്രത്തിന് ഭരണപരമായി സംസ്ഥാനങ്ങളെ കൺട്രോൾ ചെയ്യുവാനും ഒക്കെ സാധിക്കുന്ന ഒരു കാര്യമാണ് ഓൾ ഇന്ത്യ സർവീസുകാരെ കൊണ്ട്, അല്ലേ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നയാൾ, അല്ലേ? ഇപ്പം മുമ്പ് കുറച്ച് കാലം മുമ്പ് വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ളയാൾ ടോം ജോസ് IAS ആയിരുന്നു. ടോം ജോസ് അദ്ദേഹം ഈ കഴിഞ്ഞിടെയാണ് റിട്ടയർ ചെയ്തത്. പുതിയ ചീഫ് സെക്രട്ടറി ആരാണെന്ന് ഞാൻ നോക്കിയില്ല, നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കുക. അപ്പോൾ ഈ ടോം ജോസ് എന്നൊക്കെ പറഞ്ഞാൽ ഇത്, അല്ലേ, ഹീസ് ആൻ IAS ഓഫീസർ, അത് ഒരു സീനിയർ മോസ്റ്റ് IAS ഓഫീസറാണ് ചീഫ് സെക്രട്ടറി ആയിട്ടിരിക്കുന്നയാൾ, അല്ലേ? അപ്പം UPSC കേന്ദ്രത്തിൽ ഡൽഹിയിൽ പോയി UPSCയുടെ ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി ഇവിടെ വരുന്നയാൾ സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിലെ നമ്പർ 1 പോസ്റ്റായ ചീഫ് സെക്രട്ടറി പോസ്റ്റ് ആ പോസ്റ്റിൽ അദ്ദേഹം ജോലി ചെയ്യുന്നു. അപ്പം കേന്ദ്രത്തിൻ്റെ പല കാര്യങ്ങളും അദ്ദേഹത്തിന് സംസ്ഥാനങ്ങളെ അറിയിക്കാൻ സാധിക്കും. അതുപോലെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ടൊക്കെ അദ്ദേഹത്തിന് വേണമെങ്കിൽ പ്രവർത്തിക്കാൻ സാധിക്കും. അതുപോലെ പല കേന്ദ്ര നയങ്ങളും, അല്ലേ, സംസ്ഥാന തലത്തിൽ അത് സംസ്ഥാനത്തെ അറിയിക്കുവാനും, അല്ലേ, സംസ്ഥാനത്തോട് അത്തരം കാര്യങ്ങൾ ചിലപ്പം സജസ്റ്റ് ചെയ്യുവാനും, അല്ലേ, ചില നയങ്ങൾ, ചില കേന്ദ്ര രീതിയിലുള്ള നയങ്ങൾ സംസ്ഥാന തലത്തിലും ഇംപ്ലിമെൻറ്റ് ചെയ്താൽ അത് നല്ലതാണ് എന്ന് സംസ്ഥാനത്തെ ധരിപ്പിക്കുവാനും ഒക്കെ ഈ പറയുന്ന ചീഫ് സെക്രട്ടറിക്കൊക്കെ സാധിക്കും. ഇതുപോലുള്ള IAS ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട്, ഇതുപോലുള്ള IPS ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട്, ഇതുപോലുള്ള ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലെ IFS ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടൊക്കെ സാധിക്കും. അതാണ് ഓൾ ഇന്ത്യ സർവീസുകാരെ കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനുള്ള ഗുണം. The Constitution also makes provision for the creation of new All India service by the Parliament. Article 312 of the Constitution lays down that if the Rajya Sabha declared by a resolution passed by a majority of not less than 2/3 of the members present and voting that it is necessary or expedient in the national interest to do so, the Parliament can create All India service. അപ്പോൾ അതുപോലെ ആർട്ടിക്കിൾ 312 അനുസരിച്ച് രാജ്യസഭ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുകയാണെങ്കിൽ 2/3 ഭൂരിപക്ഷത്തിൽ രാജ്യസഭ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടത്. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രമേയം. ആ പ്രമേയം പാസ്സാക്കിയാൽ, അല്ലേ, 4ാമതൊരു ഓൾ ഇന്ത്യ സർവീസ് നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതും രാജ്യസഭ വിചാരിച്ചാൽ സാധിക്കും. അപ്പോൾ ഇതും ഒരു, അല്ലേ, പീസ് ഓഫ് ഇൻഫർമേഷനാണ് ഇതിനോടൊപ്പം ചേർത്ത് പറയാൻ പറ്റിയത്. നെക്സ്റ്റ് പോയിന്റ് ഈസ് ഇന്റർസ്റ്റേറ്റ് കൺസൾട്ടേറ്റീവ് മിഷനറി. പോയിന്റ് നമ്പർ 4, interstate consultative machinery. Interstate consultative machinery is one of the major points in we studying about interstate administrative relations. Article 262 of the Constitution, the President can appoint interstate councils to advise him on interstate disputes. Interstate അല്ലെങ്കിൽ 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഇന്റർസ്റ്റേറ്റ് കൗൺസിലൊക്കെ രാഷ്ട്രപതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. The purpose of such council can be set up by the President to inquire into the disputes among the states and to make recommendations thereon. The interstate council is mainly appointed for എന്തൊക്കെയാണ് ഇവരുടെ ജോലികൾ, അല്ലേ? Inquiring into and advising upon disputes which have arisen between states. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ അന്വേഷിക്കുക, അല്ലേ? ഇപ്പോൾ കേരളവും തമിഴ്നാടും തമ്മിൽ മുല്ലപ്പെരിയാർ ഡാം, അല്ലേ, കേരളം പറയുന്നു മുല്ലപ്പെരിയാർ ഡാം വേണം, തമിഴ്നാട് പറയുന്നു മുല്ലപ്പെരിയാർ പുതിയ ഡാം വേണ്ട, അല്ലേ? എന്തുകൊണ്ട് തമിഴ്നാട് കേരളത്തെ എതിർക്കുന്നു, അല്ലേ? അപ്പോൾ കേരളം പുതിയ ഡാം പണിതാൽ, അല്ലേ, തമിഴ്നാട് എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത്? കാരണം എന്താ? പുതിയ ഡാം വന്നാൽ തമിഴ്നാട് കൂടുതൽ പണം മുടക്കി പുതിയ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും കൂടുതൽ പണം മുടക്കി വേണം ജലം കൃഷിക്ക് വേണ്ടി, തമിഴ്നാട്ടിലെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ, അല്ലേ? ഇപ്പോൾ പഴയ ഡാമാണെങ്കിൽ തമിഴ്നാട് എന്ത് ചെയ്താൽ മതി? കുറച്ച് പണം കൊടുത്ത്
പഴയ പോലെ വെള്ളം മേടിക്കാം. അപ്പോൾ പുതിയ ഡാം വന്നാൽ തമിഴ്നാട് കൂടുതൽ പണം കൊടുത്ത് കേരളത്തിൻ്റെ കയ്യിൽ നിന്ന് വെള്ളം മേടിക്കേണ്ടി വരും. അപ്പോൾ ഇതുകൊണ്ടാണ് തമിഴ്നാട് അതിനെ എതിർക്കുന്നത്, പുതിയ ഡാം മുല്ലപ്പെരിയാർ വേണ്ട എന്നും പറഞ്ഞൊക്കെ എതിർക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഡിസ്പ്യൂട്ട്സ് ഒക്കെ അന്വേഷിക്കാൻ വേണ്ടിയാണ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ ഫോമുലേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലേ? Then next is investigating and discussing subjects in which some or all of the states or union and one or more states have a common interest. അതുപോലെ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങൾ തമ്മിൽ, അല്ലേ, പൊതുവായ താല്പര്യമുള്ള വിഷയങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യുക. Then making recommendations upon any subject and in particular recommendation for better coordination of policy and action with respect to that subject. അപ്പോൾ ആ വിഷയത്തിൽ കൂടുതൽ ഒരു നല്ല ഒരു അനുനയ രീതി, അല്ലേ, കേന്ദ്രവും സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ പല പല സംസ്ഥാനങ്ങൾ തമ്മിലും, അല്ലേ, എല്ലാവർക്കും ഗുണകരമാകുന്ന രീതിയിൽ ഒരു കോഓപ്പറേറ്റീവ് ഫെഡറലിസം ഫോം ചെയ്യുന്ന രീതിയിൽ, നല്ല രീതിയിൽ എല്ലാവരും, അല്ലേ, തർക്കങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു പോളിസി സജസ്റ്റ് ചെയ്യാനും ഒക്കെ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിന് സാധിക്കുന്നുണ്ട്. The Constitution under Article 262 authorized the Parliament to enact laws for the adjudication of the disputes relating to interstate river or river valleys. അപ്പം അതുപോലെ പാർലമെൻറ്റിനെ ഭരണഘടന ഓതറൈസ് ചെയ്തിട്ടുണ്ട് എന്താണ് ഇത്തരം ഇന്റർസ്റ്റേറ്റ് വാട്ടർ പ്രശ്നങ്ങൾ, അല്ലേ, അന്തർ സംസ്ഥാന നദീജല തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി പാർലമെൻറ്റിന് പല പല ബോഡികളെ ഇതുപോലെ ഇന്റർസ്റ്റേറ്റ് കൗൺസിലിനെയൊക്കെ ഫോം ചെയ്യാം. ഇനി അവിടെയൊന്നും ഈ പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ്. The Parliament may also provide that neither the Supreme Court nor any other court shall exercise any jurisdiction in respect of any such dispute or complaint. അപ്പോൾ ഇത്തരം നദീജല തർക്കങ്ങളിലൊക്കെ പാർലമെന്റ് സാധാരണ പറയാറുണ്ട് സുപ്രീം കോടതിക്ക് ഇതിനകത്ത് ജൂറിസ്ഡിക്ഷൻ ഇല്ല. പക്ഷേ സുപ്രീം കോടതി വിചാരിച്ചാൽ, അല്ലെ, ഇന്ത്യയിലെ സുപ്രീം കോടതിക്കൊക്കെ എന്താണ് ചെയ്യാൻ മേലാത്തത്, അല്ലേ? സുപ്രീം കോടതി വിചാരിച്ചാൽ ഇഫ് ദേ ആർ ഇൻട്രസ്റ്റഡ് ദേ ക്യാൻ സ്യൂട്ട് മോട്ടോ ടേക്ക് കേസസ്. അവർക്ക് ആ കേസ് അതിനകത്ത് ഇൻവെസ്റ്റിഗേഷനൊക്കെ അവർക്ക് നടത്താവുന്നതേ ഉള്ളൂ, അല്ലേ? പല എക്സാമ്പിൾ നമുക്കതിനകത്ത് കാണാൻ സാധിക്കും. അപ്പം ഇതുപോലുള്ള, അല്ലെ, ആദ്യത്തെ 4 പോയിന്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 2 പോയിന്റും കൂടിയാണ് ഉള്ളത്. അപ്പോൾ ഇന്റർസ്റ്റേറ്റ് കൺസൾട്ടേറ്റീവ് മെഷീനറി എന്ന 4ാമത്തെ പോയിന്റും കൂടി നോക്കുക. അത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും അതുപോലെ അവർക്ക് താല്പര്യമുള്ള പൊതുവായ വിഷയങ്ങൾ, അല്ലേ, അതുപോലെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പൊതുവായ തർക്കങ്ങൾ ഇതിനകത്തൊക്കെ അന്വേഷിക്കുവാനൊക്കെയാണ് ഇന്റർസ്റ്റേറ്റ് കൺസൾട്ടേറ്റീവ് മെഷീനറിയെ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 262 അനുസരിച്ച് ഒരു ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ തന്നെ ഫോം ചെയ്തിരിക്കുകയാണ് ഇവിടെ. എന്തിനു വേണ്ടിയാണ്? ടു എൻക്വയർ ഇൻ ടു ദ ഡിസ്പ്യൂട്ട്സ്, അല്ലേ, റൈസിങ് ഔട്ട് ഓഫ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്, അല്ലേ, ഓർ എമംഗ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. വിവിധ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ അന്വേഷിക്കുക. അതാണ് ഇന്റർസ്റ്റേറ്റ് കൗൺസിലിൻ്റെ ഡ്യൂട്ടി. ഇനി 5th പോയിന്റ്, ഗ്രാൻസ് ഇൻ എയ്ഡ് ടു സ്റ്റേറ്റ്സ്. സംസ്ഥാനങ്ങൾക്ക് ഗ്രാൻറ്റ് ഇൻ എയ്ഡ് ടു സ്റ്റേറ്റ്സ്, അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് ഗ്രാൻറ്റ് അല്ലെങ്കിൽ സഹായധനം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സെൻറ്റർ exercises strict control over a state on grants and aids because the grants are subjected to certain terms and conditions decided by the center. Otherwise the grants may be withdrawn. അതായത് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ഗ്രാൻറ്റ് അല്ലെങ്കിൽ സഹായധനം കൊടുക്കാറുണ്ട്. പക്ഷേ ഈ സഹായധനം കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുമ്പോൾ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. അതായത് നിങ്ങൾക്കിപ്പം 200 കോടി രൂപ തരുന്നു, അല്ലേ, കേരളത്തിന് 200 രൂപ കേന്ദ്രം തരുന്നു, അല്ലേ. പക്ഷേ 200 കോടി രൂപ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ 1 വർഷത്തിനുള്ളിൽ ആ 200 കോടി രൂപ അത് ഉപയോഗിച്ചിരിക്കണം, അല്ലേ. അല്ലെങ്കിൽ ഇന്ന കണ്ടീഷൻസ് ഇന്ന കാര്യത്തിന് വേണ്ടിയാണ്, അല്ലേ. ആരോഗ്യം, ഇപ്പോൾ കോവിഡാണ്, കൊറോണയാണ്, അല്ലേ. അപ്പോൾ ഇത്രയും തുക ഉപയോഗിച്ച് നിങ്ങൾ പുതിയ മെഡിക്കൽ കോളേജസ് തുടങ്ങുകയോ പുതിയ ഡോക്ടേഴ്സിനെ റിക്രൂട്ട് ചെയ്യുക, അല്ലേ. ഇപ്പോൾ തന്നെ അറിയാം, നമുക്ക് കേരളത്തിലൊക്കെ പല പോസ്റ്റുകളിലും ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലൊക്കെ സ്ഥിരം ഡോക്ടേഴ്സിനെ ഒന്നും അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. പല പോസ്റ്റും വേക്കൻ്റ് ആയിട്ടൊക്കെ കിടക്കുന്നു, അല്ലേ. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ പണം ഉപയോഗിച്ച് ഇതൊക്കെ ചെയ്യുക, അല്ലേ. വേണ്ട കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ പുതിയ ഗവേഷണങ്ങൾ നടത്തുക, അല്ലേ. ഇതിനു വേണ്ടി പണം കൊടുക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ കൊടുക്കുന്ന പണം സംസ്ഥാന ഗവൺമെൻറ് ഇത്ര കാലയളവിൽ അത് വിനിയോഗിച്ചില്ലെങ്കിൽ ആ ഫണ്ട് ലാപ്സാവും, അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ ഫണ്ട്, അങ്ങനെ ലാപ്സായ ഫണ്ട് കേന്ദ്രം തിരിച്ചെടുക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയുണ്ട്. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് ഗ്രാൻറ്റ് കൊടുക്കുന്നത് വഴി കേന്ദ്രത്തിന് സംസ്ഥാനങ്ങളെ കൺട്രോൾ ചെയ്യാം, അല്ലേ. അതായത് കേന്ദ്രം പറയുന്ന കാര്യത്തിന് വേണം ഈ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുവാൻ, അല്ലേ. അല്ലാതെ സംസ്ഥാനത്തിന് ഇഷ്ടമുള്ള കാര്യത്തിനല്ല. കേന്ദ്രം പറയുന്ന കേന്ദ്രം ഏത് കാര്യത്തിനാണോ തന്നിരിക്കുന്നത് ആ പർപ്പസിന് വേണ്ടി തന്നെ
നിങ്ങൾ ഈ ഫണ്ട് യൂട്ടിലൈസ് ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ്, ദ സിക്സ്ത് പോയിന്റ് ഈസ് എമർജൻസി. എമർജൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അടിയന്തരാവസ്ഥ. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സംസ്ഥാന അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഡ്യൂറിംഗ് ദി എമർജൻസി പീരീഡ് ദ പ്രസിഡന്റ് ഈസ് ഓതറൈസ്ഡ് ടു ഗീവ് ഡയറക്ഷൻസ് ടു ദി സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്. The parliament gets powers to make laws for all matters or any matter mentioned in the state list. അല്ലേ, അതായത് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പം ഏതെങ്കിലും സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിന് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള സംസ്ഥാന ഗവൺമെൻറ്റിനോട് നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ സാധിക്കും. അല്ലേ, കേന്ദ്രം പറയുന്നത് പോലെ വേണം ആ സംസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുവാൻ, കാരണം അവിടെ അടിയന്തരാവസ്ഥയാണ്. അല്ലേ, അതോടൊപ്പം സ്റ്റേറ്റ് ലിസ്റ്റിൽ നമുക്കറിയാം, സ്റ്റേറ്റ് ലിസ്റ്റിൽ സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് നിയമനിർമ്മാണം നടത്തുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തുള്ള സംസ്ഥാന നിയമസഭ, അല്ലെ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ നിയമനിർമ്മാണം നടത്തുന്നത്. പക്ഷേ കേരളത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ, സ്റ്റേറ്റ് എമർജൻസി ഡിക്ലെയർ ചെയ്താൽ എന്ത് ചെയ്യാൻ സാധിക്കും? തിരുവനന്തപുരത്തെ സംസ്ഥാന നിയമസഭയല്ല, മറിച്ച് ഡൽഹിയിലുള്ള ഇന്ത്യൻ പാർലമെൻറ്റാണ് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയുള്ള നിയമങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നത്. കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. Through the declaration of emergency, the federal structure provided under the constitution is practically transformed into a unitary one. അല്ലേ, അപ്പോൾ ഇങ്ങനെ അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ നമ്മുടെ ഫെഡറൽ ഗവൺമെൻറ് എന്നുള്ളത് ഒരു യൂണിറ്ററി ഗവൺമെൻറ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അധികാര വിഭജനമുള്ള നമ്മുടെ ഫെഡറൽ ഗവൺമെൻറ് അധികാര വിഭജനമില്ലാത്ത ഒരു യൂണിറ്ററി ഗവൺമെൻറ് ആയിട്ട്. യൂണിറ്ററി ഗവൺമെൻറ് മീൻസ് ഓൾ പവേഴ്സ് ആർ കോൺസെൻട്രേറ്റഡ് ഇൻ ദ സിംഗിൾ സെൻട്രൽ ഗവൺമെൻറ്. എല്ലാ അധികാരങ്ങളും ഒരൊറ്റ കേന്ദ്ര ഗവൺമെൻറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അതാണ് യൂണിറ്ററി ഗവൺമെൻറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിച്ചാൽ എന്താണ് മനസ്സിലാകുന്നത്? നമ്മുടെ ഫെഡറൽ ഗവൺമെൻറ് ഒരു യൂണിറ്ററി ഗവൺമെൻറ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ദസ് ഇൻ ദി അഡ്മിനിസ്ട്രേറ്റീവ് സ്പിയർ ഓൾസോ സെൻട്രൽ ഓക്യുപ്പൈസ് എ ഡോമിനൻറ്റ് പൊസിഷൻ. അപ്പം നമുക്കറിയാം സെൻട്രൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് റിലേഷൻസിൽ മാത്രമല്ല, സെൻട്രൽ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസിലും എവിടെയാണ്, സംസ്ഥാനത്തിനാണോ കേന്ദ്രത്തിനാണോ മേൽക്കൈ ഉള്ളത്? ഒരു അപ്പർ ഹാൻഡ് ഉള്ളത് ആർക്കാണ്? കേന്ദ്ര ഗവൺമെൻറ്റിനായിരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം സെൻട്രൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് റിലേഷൻസിലാണെങ്കിൽ നമുക്കറിയാം അവിടെയുണ്ട് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. പക്ഷേ യൂണിയൻ ലിസ്റ്റിലാണ് കൂടുതൽ വിഷയങ്ങളുള്ളത്. അല്ലേ, സ്റ്റേറ്റ് ലിസ്റ്റിനേക്കാളും കൺകറന്റ് ലിസ്റ്റിനേക്കാളും കൂടുതൽ വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിലുള്ളത് കൊണ്ട് അവിടെയും കേന്ദ്രത്തിനാണ് മേൽക്കോയ്മ. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോഴും ഈ അടിയന്തരാവസ്ഥയും ഈ IAS അല്ലേ ഇതുപോലുള്ള സെൻട്രൽ ഗവൺമെൻറ് ഡയറക്ഷൻസും ഒക്കെ കൊണ്ട് ഇവിടെയും കേന്ദ്രത്തിനാണ് മേൽക്കോയ്മ. ഇതുകൊണ്ടാണ് KC വെയർ എന്ന പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ ഈസ് എ ക്വാസി ഫെഡറൽ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. അല്ലേ, ഇന്ത്യ ഈസ് എ ക്വാസി ഫെഡറൽ. അല്ലേ, ബിക്കോസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഷോസ് സ്ട്രോങ് സെൻട്രലൈസ്ഡ് ടെൻഡൻസി. അല്ലേ, ശക്തമായ കേന്ദ്രത്തോടൊരു ആഭിമുഖ്യം പുലർത്തുന്നു. ഓക്കെ, that is Central State Administrative Relations. So we will continue in the next class. So stay tuned.